ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ടസിൽ, അതായത് ഇറാൻ്റെ സീനിയർ ആയിട്ടുള്ള ജനറലും 2 ബ്രിഗേഡിയർ ജനറൽസിനെയും സിറിയയിലുള്ള ഡമാസ്കസിൽ ഇസ്രായേലിൻ്റെ എംബസി ക്യാമ്പസിൽ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ റിട്ടാലിയേഷൻ ചെയ്യുമെന്ന് അവർ തന്നെ പറയുന്നു. ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഡിജിറ്റൽ മീഡിയയും മറ്റുള്ള മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അമേരിക്ക അതേപോലെ നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് അകലുന്നു. പ്രശ്നമാണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ പറയുന്ന അമേരിക്കയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയത്. അത് ആദ്യം തലയിലിടുക. എൻ്റെ ചരിത്രം എടുത്ത് നോക്കുക, ബെഞ്ചമിൻ ബെൻഗൂറിയനുമായിട്ട് ബന്ധപ്പെട്ട ആ ചരിത്രം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു ബിബ്ലിക്കൽ റിലേഷനാണ്. കാരണം അമേരിക്ക ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യമാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റ് ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കേട്ട് കാണും, പ്രസംഗിക്കുമ്പോൾ ഗോഡ് ബ്ലസ് അമേരിക്ക എന്നാണ് പറയുന്നത്. ആ വാക്കുപയോഗിക്കുന്ന രീതി അതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 12-ൽ പരം ബേസുകൾ, അമേരിക്കൻ ബേസുകളാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുള്ളത്. ഇത് ബേസിക്കലി മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ 12 ബേസ് ഇട്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ്. നിങ്ങൾ അമേരിക്കൻ റൈറ്റേഴ്സും ഈ പറയുന്ന പലരുടെയും പുസ്തകവും സ്ട്രാറ്റജിയും ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. വളരെ കൃത്യമാണത്. എന്തിനാ? സൈപ്രസിൽ, ഈസ്റ്റേൺ യൂറോപ്പാണ്, സൈപ്രസിൽ വരെ ബേസാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ 7 അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇസ്രായേൽ റിട്ടാലിയേഷൻ നടത്തിയപ്പോൾ അപ്പം ഇറാൻ പറഞ്ഞു അറ്റാക്ക് ചെയ്യും, ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമേരിക്ക അവരുടെ ഏറ്റവും വലിയ 2 വാർഷിപ്പുകളാണ് ഇസ്രായേലിലോട്ട് വിടുന്ന മെഡിറ്ററേനിയൻ സീല് മുഴുവനും അത് ആങ്കർ ചെയ്തിരിക്കും. ഇപ്പോഴും അവിടെ ഉണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇത്രയും അമേരിക്കയുമായിട്ട് നിങ്ങൾ ഈ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴും, അതായത് സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട യുണൈറ്റഡ് നേഷൻ്റെ അവരുടെ റിപ്പോർട്ട് വന്നു. കാരണം അവർ പറഞ്ഞു സീസ് ഫയർ ഉണ്ടാകണമെന്ന്, റംസാൻ സീസ് ഫയർ എന്ന് പറഞ്ഞു. ഇസ്രായേൽ സീസ് ഫയറിന് പോയോ? അമേരിക്ക അത് വോട്ടെടുപ്പിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിനെ ഇത്രമാത്രം, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് ഇസ്രായേലാണ്, വേറൊരു രാജ്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഫാക്ടറല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ബിബ്ലിക്കൽ ഫാക്ടറുണ്ട്, ഒരു പ്രൊട്ടസ്റ്റന്റ് ഫാക്ടറുണ്ട്, ഇതൊക്കെ ഉണ്ട്. കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് അത് ക്രൈസ്റ്റിൻ്റെ ജന്മഭൂമിയാണ്, അവിടെയാണ്, അത് ഹോളി സിറ്റിയാണ്. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. കാരണം അവർക്ക് റിലീജിയസ് പ്രാധാന്യം അമേരിക്കയ്ക്കുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോദി ഹിന്ദുത്വ എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ സംഭവം എപ്പോഴും വിസിബിളാണ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ബൈബിൾ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഇതൊക്കെ വളരെ വിസിബിളാണ്. കാരണം അതിനെപ്പറ്റി ഇവിടെയുള്ള ലിബറൽ ആൾക്കാരൊന്നും പറയുന്നില്ല. പക്ഷെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ബന്ധമകലുന്നു, അമേരിക്ക പോളിസി ചേഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ സംഭവമാണ്. ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട് വേൾഡ് കിച്ചൺ സെന്റർ അവരെ അറ്റാക്ക് ചെയ്തു. അടുത്ത ദിവസം അമേരിക്ക ഇഷ്ടം പോലെ ബോംബ് അയച്ചു കൊടുത്തു. ആർക്കാ ബോംബ് അയച്ചു കൊടുത്തത്? ഇസ്രായേലിന് അയച്ചു കൊടുത്തത്. വെപ്പൺസ് കൊടുക്കുന്നു, എയർക്രാഫ്റ്റ് കൊടുക്കുന്നു, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. ഇനി ഈ പറയുന്ന ഇറാൻ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് മിനിമം അറ്റാക്ക് ആണോ ഫുൾ കോൺഫ്ലിക്റ്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഇന്നായിരിക്കും, വെള്ളിയാഴ്ചയാണ് അവരുടെ ഖൊമൈനി അതിനെപ്പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ കൊടുക്കുന്നത്. അയാൾ പറഞ്ഞു ഞങ്ങൾ പണിഷ് ചെയ്യും ഇസ്രായേലിനെ. അതിൽ ഏറ്റവും പ്രധാനം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ 100% ഇസ്രായേലിനെതിരെ അമേരിക്ക തിരിയും. ദോഹ ബേസ് ആണെങ്കിലും മറ്റുള്ള ബേസ് ഇവിടുന്ന് എല്ലാം അറ്റാക്ക് ഉണ്ടാകും.
ഇറാനെ തവിടുപൊടിയാക്കും. സത്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ നിശബ്ദമായിട്ടിരിക്കുന്നത്. ഏകദേശം 17ഓളം സീനിയർ ഉദ്യോഗസ്ഥന്മാരെ കൊന്നിട്ട്, ആലോചിച്ച് നോക്കുക, ജനറൽ ഉൾപ്പെടെയാണ്, അവരുടെ കമാൻഡറെയാണ് കൊന്നത് കഴിഞ്ഞിടയ്ക്ക്. അപ്പൊ അതേപോലെയുള്ള ആൾക്കാരെ കൊന്നിട്ട് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ പ്രോക്സീസിനെ വെച്ച് അടിക്കുക. ഇവർ നേരിട്ടടിച്ചാൽ അമേരിക്ക ഇടപെടും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അമേരിക്ക അല്ല, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യങ്ങൾ പോലും ഇസ്രായേലിന് പിന്തുണയുണ്ട്. ഇത് മറക്കാതിരിക്കുക. ഇതിനകത്ത് കാരണം ഇപ്പൊ പെട്ടെന്ന് ഇസ്രായേലിന് ഈ പിന്തുണ കുറച്ച് നാളുകൾ കൊണ്ട് കൂടുന്നതിന്റെ കാരണം ജിഹാദ് തന്നെയാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക് റാഡിക്കൽ ജിഹാദ് പ്രശ്നമുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇവരെ ഒതുക്കുവാൻ വേണ്ടി മൊസാദിന്റെ സേവനം ഗ്ലോബലായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇന്റലിജൻസ് ഇൻഫർമേഷൻ കൈമാറുന്നുണ്ട്. അതിൻ്റെ അകത്ത് മൊസാദ് വലിയൊരു ഘടകമാണ്. ഇതൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു ഫാക്ടറൊന്നും അല്ല. പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എന്ന് രൂപീകരിച്ചു 1948, അന്ന് മുതൽ ഇന്ന് വരെ അവിടെയുള്ള ജനങ്ങള് എപ്പോഴും അലേർട്ടാണ്. ഞാനൊരു 6-7 പ്രാവശ്യം ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 2016 ഞാൻ ജെറുസലേമിൽ ഒരു റെസ്റ്റോറൻറ്റ് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് പെട്ടെന്ന് അവിടെ അലാം വരുന്നു. കാരണം റോക്കറ്റ് അവിടുന്ന് ഫയറായി. അപ്പൊ അലാം എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ഫയർ ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പേ ഇത് സംഭവം ഇത് അലാം ചെയ്യും. പെട്ടെന്നാണ് അലാം വരുന്നത്. അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ പ്രാക്ടീസാണ്. കാരണം ഇത് വരാൻ സാധ്യതയുണ്ട്. അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും, തിരിച്ച് പാട്രിയോട്ട് മിസൈൽ, ഇതൊക്കെ നമുക്ക് കാണാം. ഈ ഡിസ്പ്ലേ പോലെ കാണാം ഈ സംഭവം. കാരണം അവിടെയുള്ള ജനങ്ങളാണെങ്കിലും അവിടെ ടാക്സി ഓടിക്കുന്നവരാണെങ്കിലും അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന അവർക്കൊക്കെ ഇത് അറിയാം. അവർ അലേർട്ടാണ്. അതായത് ഇന്ന് മുതൽ ഇത് രാജ്യം രൂപീകരിച്ചു അന്ന് മുതൽ. കാരണം അവരുടെ ചുറ്റും ഈ ശത്രുക്കളാണ്. ഒരു ഭാഗത്ത് ഈജിപ്റ്റ്, ഒരു ഭാഗത്ത് ജോർദാൻ, മറ്റൊരു ഭാഗത്ത് സിറിയ, ലെബനൻ, കാരണം ഈ രാജ്യത്തെ അവിടെ ആ രാജ്യത്ത് ഇസ്രായേലിൽ പോയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ചുറ്റും ശത്രുക്കളാണ്. നമുക്കിത് കാണാമത്. അതായത് ടെല്ലവീവ് നിന്ന് ജെറുസലേമിലോട്ട് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് മാത്രമാണ് ഇസ്രായേലിൻ്റെ പല ഭാഗത്തും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പാലസ്തീൻകാരാണ്. അപ്പൊ അവിടുന്ന് എപ്പോഴും അറ്റാക്ക് ഉണ്ടാകാം. ഒക്ടോബർ 7 എന്ന് പറഞ്ഞാൽ അവർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അല്ലാതെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവർ ഏത് സമയത്തും ശത്രുക്കൾ പല രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പേരിൽ തന്നെയാണ് ഈ പാലസ്തീനിലുള്ളവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ലേബേഴ്സായിട്ട് ഒത്തിരി പേര് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് പലരും ഈ ഹമാസിന് ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതിന്റെ പേരിലാണ് അവരെ പുറത്താക്കുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യമേ അല്ല ഇസ്രായേൽ. ഹൈലി അലേർട്ടാണ് ഈ രാജ്യം. അതിൻ്റെ വാർണിംഗ് സിസ്റ്റം വരും. അവിടെ സെക്യൂരിറ്റി സിസ്റ്റം നല്ലതാണ്. അവരുടെ ഇന്റലിജൻസ് സിസ്റ്റം വളരെ 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 മെച്ചമാണ്. ഇപ്പം ഒക്ടോബർ 7 പറയുകയാണെങ്കിൽ 9/11 അമേരിക്കൻ എന്താ അറ്റാക്ക് നടന്നത്? ഒസാമ ബിൻ ലാഡന്റെ നേതൃത്വത്തിൽ. അമേരിക്ക ഇതിനേക്കാളും 1 സെക്കൻഡ് ഇല്ലേ രാജ്യം. ന്യൂയോർക്ക് എന്ന് പറയുന്ന നമ്മുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിൽ അറ്റാക്ക് ചെയ്ത്, പെൻറ്റഗണിൽ അറ്റാക്ക് ചെയ്തില്ലേ, ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ അങ്ങനെ ഭയക്കുന്ന രാജ്യമല്ല. കാരണം ഞാൻ ഈ പല ഇസ്രായേലി സിറ്റിസൺസുമായിട്ട് ഡൽഹിയിൽ സംസാരിച്ച് അവർ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. കാരണം ഇന്ത്യൻ സെക്യൂരിറ്റിയുമായിട്ട് ട്രെയിനിങ്ങും പരിപാടിയും ഒത്തിരി വരുന്നത് ഈ ഇസ്രായേലിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള പല സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരോടൊക്കെ സ്ട്രാറ്റജിക്കായിട്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പിടികിട്ടിയത് അവർക്കിതിനെപ്പറ്റി പേടിയൊന്നുമില്ല. അവർ അലേർട്ടാണ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അലേർട്ട് കൊടുക്കും. മിസൈൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെങ്ങനെ അതിനെ അതിജീവിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ, ഇതൊക്കെ അവരെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട്. അതല്ല കേരളത്തിലെ മീഡിയ ഒന്നും അവരെ പോയി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ ഹൈ അലേർട്ടാണ്. ഈ ഹൈ അലേർട്ടിന്റെ ഭാഗമായിട്ടാണ് അവർ കൂടുതലായിട്ട് വെപ്പൺസ് എല്ലാം ഇന്നോവേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രാധാന്യം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം, അതേപോലെ നാറ്റോ പല രാജ്യങ്ങളും
ഒരു കാരണവശാലും ഇസ്രായേലുമായിട്ട് മാറി ചിന്തിക്കാനേ പറ്റില്ല. അമേരിക്കയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ ടോപ്പ് കോർപ്പറേറ്റ്സ്, അതായത് പണച്ചാക്കുകൾ, കാരണം ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് അമേരിക്ക, അത് വലിയൊരു ശതമാനം ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുത. അമേരിക്കൻ ഡിഫൻസിൽ അതിൻ്റെ സീനിയർ ഓഫീസേഴ്സ് ഇവരെല്ലാം ജൂയിഷാണ്, അമേരിക്കൻ ജൂയിഷാണ്. അതായത് അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഫിനാൻസ്, അത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആണെങ്കിൽ എല്ലാം അതിൽ വലിയൊരു ശതമാനം ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. ഇത് ആദ്യം തലയ്ക്കകത്തിടുക. അമേരിക്കയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇവർ ഏറ്റവും കൂടുതൽ ജൂയിഷ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റ്സിനെ അല്ല, അതും കൂടെ തലയിലിടുക. അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ട്രംപ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ചെയ്ത പരിപാടി നിങ്ങൾക്കറിയും. ഈ പറയുന്ന അമേരിക്കയുടെ എംബസി ടെല്ലവീവിലായിരുന്നു. അതിനെ എടുത്തോണ്ട് അയാള് നേരെ ജെറുസലേമിൽ കൊണ്ടുപോയി. കാരണം ജെറുസലേം ഇപ്പോഴും ഡിസ്പ്യൂട്ടഡ് ആയിട്ടാണ് ഗ്ലോബലായിട്ട് കാണുന്നത്. കാരണം അത് ഇസ്രായേലിന്റെ ആഗ്രഹമായിരുന്നു. അത് ട്രംപിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ രാജ്യം, മലയാളികളുടെ ഏറ്റവും വലിയ ഫുട്ബോൾ പ്രേമി അർജന്റീന, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ചെയ്ത പരിപാടി എന്ത്? ടെല്ലവീവിലുണ്ടായിരുന്ന അർജന്റീനയുടെ എംബസി എടുത്ത് ജെറുസലേമിൽ കൊണ്ടുപോയി. അങ്ങനെ രണ്ട് രാജ്യങ്ങളാണ് ഇത് മാറ്റിയേക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മേജർ ഫിനാൻസും എല്ലാം ഈ പറയുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ട്രംപിന് ഏറ്റവും കൂടുതൽ വിശ്വാസം. കാരണം അയാളുടെ ക്യാമ്പയിൻ്റെ അകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇഷ്ടം പോലെ പണം കിട്ടും. അയാളെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അദ്ദേഹം ഒരു ഇസ്രായേലി ഭ്രാന്തനാണ് ട്രംപ്. ഈ ബൈഡൻ മാറിയിട്ട് ട്രംപ് വല്ലതുമായിരുന്നുവെങ്കിൽ, ഇന്നത്തെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയും, എന്നേ ഇവർ ഇറാനെ അറ്റാക്ക് ചെയ്തേനെ, അമേരിക്ക ഉൾപ്പെടെ കയറി അറ്റാക്ക് ചെയ്തേനെ. കാരണം ട്രംപ് അങ്ങനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഈ മലയാളം മീഡിയക്കകത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്ലോബലായിട്ട് പലതിനെ കോട്ട് ചെയ്ത് വായിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ എതിർക്കുവാൻ സാധിക്കുമോ? പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ എതിർക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 7ഓളം വേൾഡ് സെൻട്രൽ കിച്ചൺ അവർ മരിച്ചിട്ട് എത്രമാത്രം ഡിപ്ലോമസിയാണ്. അതായത് UK എതിർക്കുന്നു, ഓസ്ട്രേലിയ എതിർക്കുന്നു, അയർലൻഡ് എതിർക്കുന്നു. കാരണം അവിടുത്തെ സിറ്റിസൺസ് ഒക്കെയാണ് മരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ എത്രമാത്രം ഡിപ്ലോമസിയിലാണ് കാര്യങ്ങൾ നടത്തിയെന്ന് മനസ്സിലാക്കും. ആ രാജ്യത്ത് പോയി ഇത്രയും ഈ ഗാസ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇത്രയും ബോംബിട്ടിട്ട് ഏകദേശം 35,000 സിവിലിയൻസ് മരിച്ചിട്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇവർക്കൊന്നും ഇസ്രായേലിനെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് ഇസ്രായേലി ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതെങ്കിലും ആലോചിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫ്രാൻസ് പറയുന്നു, ഓസ്ട്രേലിയ പറയുന്നു, മറ്റുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു, സ്പെയിൻ പറയുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ പോവുകയുള്ളൂ. ഇവർക്കാർക്കും ഇസ്രായേലുമായിട്ട് മാറിപ്പോകാൻ താല്പര്യം. പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് ടെക്നോളജി ഫാക്ടറി. ഈ രാജ്യങ്ങളിലെ പല ഈ സൈബർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ അവരുടെയൊക്കെ ഓഫീസ് ഇവിടെയാണ്. അതേപോലെ തന്നെ ഈ ഗ്ലോബലായിട്ടുള്ള IT ജയൻസ്, ഗൂഗിൾ ഉൾപ്പെടെ എല്ലാ കമ്പനികളിലും ഇതിൻ്റെയൊക്കെ വലിയ റിസർച്ചും അനാലിസിസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ടെലവീവിലും ജെറുസലേമിലുമാണ്. അതാണ് ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടതാണ് UAE ആണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലുമായിട്ട് ഒരു ടൈഅപ്പും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്. കാരണം സെക്യൂരിറ്റി വലിയൊരു ഘടകമാണ് ലോകത്ത്. അതേപോലെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിനെ വിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ബൈഡൻ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 100% അയാളുടെ ഇലക്ഷൻ തോക്കുകയല്ല. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ ഇല്ലാതായി പോകും. വളരെ സിമ്പിളാണ് ഈ സംഭവം. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അത്രമാത്രം പവർഫുള്ളാണ്. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്ര ശക്തമായിട്ടാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കണം.
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ സംഭവങ്ങളുണ്ട്. ലോകമെന്ന് പറയുന്നത് ഓടുന്നൊരു ഫേസ് ഉണ്ട്. അപ്പൊ അതിനെ മാറ്റി ഓടുവാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളൊന്നും തയ്യാറല്ല. അതിന് തയ്യാറാകുന്നത് ഈ പറയുന്ന ഭീകര വർഗീയ സംഘടനകളും രാജ്യങ്ങളുമാണ്. ഹൂത്തികള്, യമൻ, അതുപോലെ ലെബനൻ, സിറിയ, ഇവർക്കൊക്കെയാണ് ഇതിനോട് താല്പര്യം. കാരണം ഈ രാജ്യങ്ങളെല്ലാം നശിച്ച് ഒന്നുമല്ലാതായി മാറി. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർക്കുന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. ഇവരൊന്നും ഒരു കാരണവശാലും ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങളെക്കാളുപരി ഇവരൊക്കെ മറ്റുള്ള പല റിലേഷൻഷിപ്പും ഉണ്ട് ഇവരുമായിട്ട്. ഒരു കാരണവശാലും ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് മലയാളം മീഡിയയിലൊക്കെ എഴുന്നള്ളിക്കുന്നത്.